ദേശീയ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ ഇന്നലെ പുറത്തുവിട്ടതാണ്. സർവേ റിസൾട്ടുകളിൽ ഞെട്ടിപ്പിക്കുന്നതും അതുപോലെ തന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് പ്രതീക്ഷിച്ച സംഭവം എന്ന് പറയുന്നത് BJP തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം BJPക്ക് നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അവർ ഇത്തവണയും അധികാരത്തിൽ വരുമെന്നുള്ളത്. എന്തായാലും സർവേ റിസൾട്ടുകൾ പറയുന്ന പ്രകാരമാണെങ്കിൽ BJPക്ക് വളരെ നല്ല ഭൂരിപക്ഷം കിട്ടി തന്നെ BJP ഇത്തവണയും അധികാരത്തിൽ വരുമെന്നുള്ളതും, അതേസമയം ഇന്ത്യ സഖ്യത്തിന് വലിയൊരു തിരിച്ചടി എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന തരത്തിൽ തന്നെയായിരുന്നു സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ കാര്യം നോക്കുമ്പോഴത്തേക്കും കേരളത്തിലെ കാര്യം തന്നെയാണ് വമ്പൻ ട്വിസ്റ്റ് നിലനിർത്തിയിരിക്കുന്നത് സർവേ റിസൾട്ടുകളിലും അവസാന നിമിഷത്തിൽ പോലും. കാരണം കേരളത്തിൽ ഇത്തവണ എന്ത് സംഭവിക്കും? വലിയൊരു അട്ടിമറി സംഭവിക്കാൻ പോകുന്നു. BJP ഇവിടെ അക്കൗണ്ട് തുറക്കുന്നു, അതോടൊപ്പം തന്നെ LDF തകരുന്നു, അതോടൊപ്പം തന്നെ UDFന് ആ ഒരു തരത്തിൽ ഇത്തവണ വലിയൊരു പരിക്കുകളൊന്നും ഇല്ലാതെ, സീറ്റുകൾ ശകലം കുറഞ്ഞാലും ആ ഒരു തരത്തിൽ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ കേരളത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ? പല സർവേകളും പറഞ്ഞിരിക്കുന്നത് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDFന്റെ ആ ഒരു തേരോട്ടം തന്നെയാണെന്ന് തന്നെയാണ്. കാരണം UDF സീറ്റുകളുടെ കാര്യത്തിൽ കഴിഞ്ഞ തവണത്തേക്കാളും കുറഞ്ഞാലും അവർ തന്നെയാണ് ഏറെ മുന്നിലെന്ന കാര്യത്തിൽ സംശയമില്ല. BJPയുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും BJP അക്കൗണ്ട് തുറക്കുമെന്നും ഒന്നിലധികമോ സീറ്റുകൾ നേടുമെന്നാണ് പല സർവേയും പറയുന്നത്. അതായത് 0 എന്നുള്ള ഇത് ആരും തന്നെ പറയുന്നില്ല. ടൈംസ് നൗ പറയുന്നത് 0 മുതൽ 1 വരെയുള്ള സീറ്റുകളാണ്. ബാക്കി എല്ലാ സർവേ പോളുകളിലും പറയുന്നത് 1 മുതൽ 2 1 മുതൽ 3 എന്നുള്ള കണക്കുകളാണ് പറയുന്നത്. അത് തന്നെ തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ LDFന്റെ കാര്യം തന്നെയാണ്. ആ ഒരു തരത്തിൽ LDF എന്ത് സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്, അതായത് ഈ സർവേ റിസൾട്ടുകളെല്ലാം പുറത്തു വന്നപ്പോഴത്തേക്കും ശരിക്കും ഈ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഇത്തവണ ഇവിടെ ഒരു നേട്ടം ഉണ്ടാക്കുമോ എന്നത് ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും 4-ാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ BJP ഏറെ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങൾ, ഈ സർവേ ഫലങ്ങളെ പോലെ തന്നെ BJP ഏറെ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരം, തൃശ്ശൂർ, ഈ 2 സ്ഥലങ്ങളിലും BJPക്ക് വിജയസാധ്യത വളരെയേറെ കൂടുതലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരത്തായാലും അതുപോലെ തന്നെ തൃശ്ശൂരായാലും, അതിൽ തൃശ്ശൂർ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മൂന്നാമതൊരു സ്ഥലം കൂടി നൽകിയിരിക്കുകയാണ്. കുറഞ്ഞത് ഒരു സീറ്റോ അല്ലെങ്കിൽ കൂടിയത് 3 സീറ്റുകളോ ആ ഒരു തരത്തിൽ. അപ്പോൾ ആ മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് ആറ്റിങ്ങലാവാം എന്നുള്ള തരത്തിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ ആറ്റിങ്ങലിന് പുറമേ തന്നെ ശരിക്കും ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഒരു സ്ഥലമായിട്ട് ശരിക്കും നിലനിൽക്കുന്നത് ആലപ്പുഴയാണ് എന്ന് പറയാൻ സാധിക്കും. കാരണം ആലപ്പുഴയിൽ ഇത്തവണ ശോഭാ സുരേന്ദ്രന് ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും അവിടെ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് എന്തായാലും ഇത്തവണ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ശോഭാ സുരേന്ദ്രൻ അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഓളം അത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ പ്രതിഫലിക്കാനായിട്ടുള്ള സാധ്യത ഇത്തവണ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കുകളിലും ഈ സർവേകളിലും എല്ലാം തന്നെ വ്യക്തമാകുന്നത്. കാരണം BJP വളരെ വലിയൊരു തേരോട്ടം ഇത്തവണ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള സർവേ ആണ് ഇത്തവണ പുറത്തു വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 3 സീറ്റോ 2 സീറ്റോ അല്ല, 1 സീറ്റ് നേടിയാൽ പോലും കേരളത്തിൽ BJP സീറ്റുകൾ നേടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല വോട്ട് ശതമാനം തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം 20% എത്തുമോ BJP ഇത്തവണത്തെ വോട്ട് ശതമാനം എന്ന ചോദ്യത്തിന് പുറമെ ഇപ്പോൾ വോട്ട് ശതമാനം ഈ പറയുന്ന LDFനെക്കാട്ടിലും 2% കുറവേ സംഭവിക്കുള്ളൂ എന്ന തരത്തിലുള്ള സർവേകളും പുറത്തു വന്നിരുന്നു. എന്തായാലും BJPയുടെ വോട്ട് ശതമാനം ഇത്തവണ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത് എത്രത്തോളം എത്തുമെന്നുള്ളത് മാത്രമേ ഒരു ചോദ്യമുള്ളൂ. 20 ആണോ, 20-ന് അടുപ്പിച്ചാണോ, 20 കടക്കുമോ? സർവേ പോൾ പറയുന്ന കണക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി സംഭവം നടന്ന് ആ ഒരു തരത്തിൽ വോട്ട് ശതമാനം വലിയ തോതിൽ ഉയരുമോ എന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ആലപ്പുഴയുടെ കാര്യമെന്ന് പറയുന്നത്. ആലപ്പുഴയിൽ ശരിക്കും BJPക്ക് അവിടെ വോട്ട് ശതമാനം വളരെ വലുതായിട്ട് ഉയരാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ 20 മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ BJPക്ക് ഒരു വലിയ തോതിൽ, അതായത് ഒരു A ക്ലാസ് മണ്ഡലമല്ലാത്ത ഒരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് BJP ഒരു വലിയ തോതിലുള്ള ഒരു വോട്ട് ഷെയർ ഉയർത്തുന്നതായിട്ടുള്ളത് ആലപ്പുഴ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ തീർച്ചയായിട്ടും ഇത്തവണ ശോഭാ സുരേന്ദ്രന് കിട്ടുന്ന വോട്ട് അത് തീർച്ചയായിട്ടും BJPക്ക് ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലം A ക്ലാസ് മണ്ഡലമായിട്ട് മാറാനായിട്ടുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ആലപ്പുഴയിൽ BJPക്ക് നിലവിലുള്ള ആ ഒരു 1,89,000 സംതിങ് വോട്ടുകൾ
ആ വോട്ടുകളിൽ നിന്ന് BJPക്ക് ഇത്തവണ എത്രത്തോളം വോട്ടുകൾ ഉയരുമെന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു വോട്ട് ഷെയർ തന്നെ BJPക്ക് ഇത്തവണ ശോഭാ സുരേന്ദ്രനിലൂടെ അവിടെ ഉയർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BJPക്ക് അവിടെ ഒരു 2ാം സ്ഥാനം വരെ എത്താൻ പറ്റുമെന്നുള്ള തരത്തിലോട്ട് വരെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ആ ഒരു തരത്തിൽ വിലയിരുത്തുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഒരു അട്ടിമറി വിജയമോ ആ ഒരു തരത്തിൽ നേട്ടമോ ശോഭാ സുരേന്ദ്രൻ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന തരത്തിൽ വരെ ആ ഒരു തരത്തിൽ കണക്കുകളും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതിനെയെല്ലാം തന്നെ ഉറപ്പാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ അവിടുത്തെ ആ ഒരു പ്രചരണ രീതികളും പ്രകടനങ്ങളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തവണ BJPക്ക് ഒരു ഹൈലൈറ്റ് മണ്ഡലമായി മാറുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവിടെ വിജയസാധ്യത കുറവാണെങ്കിൽ തന്നെയും അവിടത്തെ ഒരു നേട്ടമെന്ന് പറയുന്നത് ഒട്ടും ചെറുതായി കാണാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ഒരു അട്ടിമറി നേട്ടം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിലൂടെ ഈ ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലം BJPക്ക് ഒരു A ക്ലാസ് മണ്ഡലമായി മാറുകയും ചെയ്യും. വോട്ട് ഷെയർ കുത്തനെ അവിടെ ഉയരുകയും ചെയ്യും. ഏകദേശം 3 ലക്ഷം അടുപ്പിച്ച് വോട്ടുകൾ അവിടെ BJPക്ക് ഇത്തവണ കിട്ടിയാൽ പോലും അത്ഭുതമില്ലാത്ത ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യവും സംശയമില്ലാത്തതാണ്. എന്തായാലും അവിടെ ജയിക്കുന്നത് ആരായാൽ തന്നെയും ഭൂരിപക്ഷം വളരെ വലിയ തോതിൽ ഉയരത്തില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് വോട്ടുകളും അതുപോലെ തന്നെ LDF വോട്ടുകളും പരമാവധി ഇത്തവണ BJPയിലേക്ക് എത്താനാണ് ഏറെ സാധ്യത നിലനിൽക്കുന്നത്. അവസാനം ജൂൺ 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ അടിയൊഴുക്ക് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് തന്നെയാണ് ഏവരും കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ അടിയൊഴുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അട്ടിമറി മാറ്റം തന്നെ അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്.